ഒരു പ്രഗ്നൻസിയും ഒരു സർപ്രൈസ് പ്രഗ്നൻസി ആകരുത്. നമുക്ക് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു വർഷം നമ്മുടെ ഒരു ട്രാവലിംഗ് ടൈം, എക്സ്പ്ലോറിംഗ് ടൈം ഒക്കെ ആയിരുന്നു. ആൻഡ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വി പ്ലാൻ ടു ഹാവ് എ ബേബി. പക്ഷെ ആ സമയത്തുണ്ടല്ലോ എനിക്ക് സൂയിസൈഡൽ തോട്ട്സ് വരെ വരാം. ആദ്യം പ്രഗ്നൻ്റ് ആണെന്ന് ആ ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞ ആ ഒരു സമയമല്ലേ, യു ആർ സോ ഹാപ്പി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അപ്പനാകും, ഞാൻ അമ്മയാകാൻ പോകുന്നു. അയ്യോ, ഭാര്യ പ്രഗ്നൻ്റ് ആണെങ്കിൽ എന്നാ ചോദിച്ചാലും സാധിപ്പിച്ചു കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണല്ലോ. രാത്രി ആയപ്പത്തിനോട് പറഞ്ഞു, ചാച്ചാ എനിക്ക് മസാല ദോശ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. മസാല ദോശയല്ലേ പറഞ്ഞോളൂ? ആ മസാല ദോശയല്ലേ പറഞ്ഞേ. ഉടുപ്പി ഹോട്ടലിൽ നിന്ന് വേണം. ആർ യു ദ ഹസ്ബൻഡ് ഓഫ് ദിസ് പ്രഗ്നന്റ് ലേഡി? അപ്പം ഞാൻ പറഞ്ഞു യെസ്. അപ്പം വലിയ സന്തോഷത്തോടെ പറഞ്ഞു യെസ്. വാട്ട് കൈൻഡ് ഓഫ് എ ഹസ്ബൻഡ് ആർ യു? ഈ പ്രഗ്നന്റ് വുമന്റെ മൂക്ക്, കണ്ണ്, ചെവിയൊക്കെ എക്സ്ട്രാ തുറന്നു വരുന്ന സമയമാണ്. വെരി കെയർഫുൾ. ഇമിഗ്രേഷനിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് ക്യൂ ഒന്നും നിൽക്കണ്ട. പ്രഗ്നന്റ് ലേഡീസിനെ കാണുമ്പോൾ യെസ് എള്ള. കുഞ്ഞിനെ ഡെലിവറി ചെയ്തിട്ട് നേരെ ഡോക്ടർ നമ്മുടെ ദേഹത്തോട്ട്, അമ്മമാരുടെ ഒരു ചൂട് കിട്ടാൻ വേണ്ടി അമ്മയുടെ ദേഹത്തോട്ടാണ് വെക്കുന്നത്. അത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത്രയും നേരം സഹിച്ച ആ പെയിൻ അങ്ങ് മാഞ്ഞു പോകും. വി ഡോണ്ട് നോ ദാറ്റ് പെയിൻ. ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഐ ആം എ മമ്മ, ഞാനൊരു മമ്മിയായി എന്നുള്ളൊരു ബ്രോഡാഡിക്കകത്ത് ആ ഒരു ലൈനുണ്ട്. ഒരു കുഞ്ഞുണ്ടാകുമ്പം പേരൻസും ഉണ്ടാകുവാണ്. ഒരു ശാലം കൂടെ ലേറ്റ് ആയിരുന്ന കാറിൽ കുത്തവിച്ചാരെ. അപ്പൊ ഡോക്ടർ പറയുന്നത് എനിക്ക് കേൾക്കാം, ഇപ്പം വരുന്നു കുഞ്ഞു വരുന്നു, എന്തി അപ്പൻ വെയിറ്റ് ഡോക്ടറെ വെയിറ്റ്, ചാച്ച വരട്ടെ ചാച്ച. കണ്ണൊക്കെ തുറന്നു ഞാൻ എമർജൻസി ബെല്ലൊക്കെ അടിച്ചപ്പോൾ നേഴ്സ് വന്നിട്ട് ഞാൻ എന്താ വാട്ട് ഹാപ്പൻ ഹിയർ? എന്നാ ഹാപ്പൻ? യു ബിക്കം എ ഫാദർ. അപ്പനായി ബോധം കെട്ട് വീണയാളാണ് ഞാൻ. ആദ്യത്തേന് മാത്രം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മിറക്കിൾ ടോക്ക് ഷോയുടെ അടുത്ത ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജോബ് ജേക്കബ്, മിറക്കിൾ മൈൻഡ്സ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ക്ലിനിക്കിൻ്റെ ഫൗണ്ടറാണ്. ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മനസ്സിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ടതും രസകരവുമായിട്ടുള്ളതും ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടോക്ക് ഷോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ആൾ വന്നിട്ടുണ്ട്. കുവൈറ്റിൽ തന്നെ ജനിച്ച്, കുവൈറ്റിൽ തന്നെ പഠിച്ച്, കുവൈറ്റിൽ തന്നെ ജോലി ചെയ്ത്. ഒരു മിനിറ്റ്, ഇതല്ലേ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞേ? വേണ്ടേ, അത് മാറ്റിപ്പിടിച്ചേ. ഓക്കെ. എന്നാൽ സുന്ദരിയും സുശീലയുമായിട്ടുള്ള എൻ്റെ സ്വന്തം ഭാര്യ ആശബ്ബ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. സുഖമാണല്ലേ? സുഖം, പരമസുഖം. ഗൈസ്, ഇന്ന് ഞങ്ങൾ ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഈ ഷോയിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പ്രഗ്നൻസി. ഞങ്ങൾ കല്യാണം കഴിച്ച് 2 മക്കളുടെ പേരൻസാണ്. മൂത്തയാള് മോനാണ്, പേര് ജോഷ്, 14 വയസ്സുണ്ട്. രണ്ടാമത്തെ ആള് മറിയം, 6.5 years old. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മൂത്തയാള് 9ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. സോ ഈ പ്രഗ്നൻസിയെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസസും ചില ഡൂസ് ആൻഡ് ഡോൺസും ഒക്കെയാണ്, ചിരിക്കാനുള്ള കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആശമേ, നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആ സമയം ഓർമ്മയുണ്ടല്ലോ? അത് കഴിഞ്ഞിട്ട് 2009 ആഫ്റ്റർ ദാറ്റ് വി സ്റ്റാർട്ടഡ് അവർ ലൈഫ് ഇൻ കുവൈറ്റ്. അല്ല, ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് വന്നു. അതെ, ഞാൻ കുവൈറ്റിൽ തന്നെയായിരുന്നു. ഞാൻ എങ്ങനെയും കുവൈറ്റിൽ നിന്നൊന്ന് പറക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങോട്ട് വരുന്നു. ആശമ എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കുവൈറ്റിൽ നിന്ന് പറക്കണമെന്ന് ഓർത്തുകൊണ്ട് വന്നപ്പോൾ നന്ന പെട്ടിയും കിടക്കയൊക്കെ പിടിച്ചോണ്ട് വീണ്ടും കുവൈറ്റിലോട്ട്. അതിനെപ്പറ്റി വേറെ പിന്നീട് സംസാരിക്കാം. നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്തു, എവിടെ വെച്ച് മീറ്റ് ചെയ്തു, എങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു കണക്ഷൻ, എങ്ങനെയാണ് ഞാൻ കുവൈറ്റിൽ വന്ന് പെട്ടത് എന്നുള്ള കാര്യങ്ങൾ. പെട്ടതാണോ? അങ്ങനെ പറയരുത്. അങ്ങനല്ലേ ആശമ പറയുന്നത്? ഞാൻ കുവൈറ്റിൽ നിന്ന് പോകാൻ നേരത്ത് അത് ഞാനാ പെട്ടേ. ഞാൻ 30 വർഷമായില്ലേ ഏകദേശം. നമ്മൾ കല്യാണം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് 30 വർഷമായിട്ട് അവിടെ അല്ലേ. ദാറ്റ്സ് എ ലോങ് ടൈം ടു ബി ഇൻ വൺ പ്ലേസ്. ഐ വുഡ് സജസ്റ്റ് ഡോണ്ട് ബി ഇൻ വൺ പ്ലേസ് ടു ലോങ്. എനിക്ക് അങ്ങനെ അതിനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വരെ അല്ലെങ്കിൽ +2 വരെ കേരളത്തിലായിരുന്നു. ഡിഗ്രി ബാംഗ്ലൂർ ചെയ്തു, 4 വർഷം അവിടെ. മാസ്റ്റർ ഡിഗ്രി UK ചെയ്തു, 4 വർഷം അവിടെ. പിന്നെ കുവൈറ്റ്, അത് ഇവിടെ 4 വർഷം. അവിടുന്ന് കൊച്ചിയിലേക്ക് ഇപ്പോൾ വന്നു. യു ആർ സോ കളർഫുൾ. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഇൻ കുവൈറ്റ് ആയിരുന്നു. അത് കുഴപ്പമില്ല ആശമേ, നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നാലും ബേസ് ചെയ്താലും വി ഷുഡ് ട്രാവൽ അറൗണ്ട് ദ വേൾഡ്.
ഐ അഗ്രി, അതായിരിക്കണം ദാറ്റ്സ് ട്രൂ. അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ആഫ്റ്റർ മാരേജ് നമ്മുടെ വൺ ഓഫ് ദ മേജർ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു. ഓൺലി ആഫ്റ്റർ 1 year വി ഗോയിങ് ഗെറ്റ് ബേബി. അതന്നെ. നമ്മുടെ പ്രഗ്നൻസി 2 പ്രഗ്നൻസിയും പ്ലാൻഡ് ആയിരുന്നു, യെസ്, ഒരു സർപ്രൈസ് അല്ലായിരുന്നു. അല്ലായിരുന്നു, Yeah. ഒരു പ്രഗ്നൻസിയും ഒരു സർപ്രൈസ് പ്രഗ്നൻസി ആകരുത്. അതെ, ബി പ്ലാൻഡ്. പ്ലാൻഡ് ആയിരിക്കണം. യു ഷുഡ് ഹാവ് എ ഗോൾ ഇൻ ലൈഫ്. ഈച്ച് പാർട്ട്ണർ ഷുഡ് ഹാവ് എ ഗോൾ ഇൻ ലൈഫ് ആൻഡ് അതിന് ചേരുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് നമ്മുടെ പ്രഗ്നൻസി. ഇറ്റ് ഷുഡ് നോട്ട് ബി കോട്ട് ബൈ സർപ്രൈസ്. സർപ്രൈസ്ഡ് ആകുകയാണെങ്കിൽ ആ കുഞ്ഞിന് വിൽ ഗെറ്റ് ദി ഇൻഫർമേഷൻ ദാറ്റ് നോ, ഐ വാസ് നോട്ട് നീഡഡ്. ഐ വാസ് നോട്ട് നീഡഡ് അറ്റ് ദിസ് ടൈം. ടൈം എന്നൊന്നും അല്ല, കുഞ്ഞിന് അത് കിട്ടുന്നത് ഒരു റിജക്ഷൻ ആണ് ആദ്യം. അതാ പറഞ്ഞേ, ഇപ്പോൾ എനിക്കിപ്പം പ്രഗ്നൻസി ആകണ്ടായിരുന്നു, അടുത്ത വർഷം മതിയായിരുന്നു. അത് പേരൻസിനല്ലേ തോന്നുന്നത്, കുഞ്ഞിന് സെയിം എഫക്റ്റാ. ആ റിജക്ഷൻ എന്ന് പറഞ്ഞ ഇമോഷനാണ് കുഞ്ഞിന് കിട്ടുന്നത്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ ആസ് newly wedded couples or we are living in 21st century. We are in AI age. Exactly. There are so many options. Yeah, use the technology, use the information, use the facilities. Correct. അല്ലേ? Each pregnancy should be planned. അങ്ങനെ ആയിരിക്കണം. ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മുടെ 2 പ്രഗ്നൻസിയും പ്രോപ്പർലി പ്ലാൻഡ് ആയിരുന്നു. ആദ്യത്തെ 1 വർഷം നമുക്ക് പ്രഗ്നൻ്റ് ആകണ്ട എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. വി ഹാഡ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ എ ബക്കറ്റ് ലിസ്റ്റ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ടിക്ക് ഓഫ് ചെയ്തിട്ട് then settle for a nice. Actually speaking, having a baby is a commitment for 20 years. നമ്മുടെ കൾച്ചർ അനുസരിച്ച് മിനിമം 21 ഇയേഴ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മുടെ കൾച്ചർ അനുസരിച്ച്. എനിക്കൊന്ന് വെസ്റ്റേൺ കൾച്ചറിലൊക്കെ 18 വയസ്സ് വരെ, അവിടെ 16-ാം വയസ്സ് തൊട്ട് അവിടെ ജോലി ചെയ്യാൻ തുടങ്ങുമല്ലോ, പാർട്ട് ടൈം ജോലി തുടങ്ങും. 18 വയസ്സാകുമ്പോൾ യു ക്യാൻ ബി ഔട്ട് ഓഫ് ദ ഹൗസ് ഓർ ദേ ഹാവ് ടു പേ ദ റെൻറ്റ് ടു സ്റ്റേ ഇൻ ദ സെയിം ഹൗസ്. അങ്ങനെയൊക്കെ ഉണ്ട്. സോ നമ്മളാണെങ്കിൽ ആ 1 വർഷം നമുക്ക് കല്യാണം കഴിച്ചിട്ടുള്ള 1 വർഷം നമ്മുടെ ഒരു ട്രാവലിംഗ് ടൈം, എക്സ്പ്ലോറിങ് ടൈം ഒക്കെ ആയിരുന്നു. ആൻഡ് 1 വർഷം കഴിഞ്ഞപ്പം വി പ്ലാൻ ടു ഹാവ് എ ബേബി. കുവൈറ്റ് വെച്ചാണ് 2010 നമ്മുടെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം പ്രഗ്നൻ്റ് ആണെന്ന് ആ ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞ ആ ഒരു സമയം അല്ലേ, വി ആർ സോ ഹാപ്പി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അപ്പനാകാൻ പോകുന്നു. ഞാൻ അമ്മയാകാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ. സോ അന്ന് കുവൈറ്റിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. സോ വി ഓപ്റ്റഡ് ദ ബെസ്റ്റ് സർവീസ് ഫോർ പ്രഗ്നൻസി അല്ലേ. അത് അങ്ങനെ നമ്മൾ അവിടെ കുവൈറ്റിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അൽസലാം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലായിരുന്നു, സാൽമിയയിലുള്ള അവിടെയാണ് 5 സ്റ്റാർ ഫെസിലിറ്റീസ് കിട്ടുന്ന ആൻഡ് വെരി ബെസ്റ്റ് ഡോക്ടേഴ്സ് ആയിരുന്നു that we could consult with. അൽസലാമിലാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ വോമിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അല്ലേ. അത്രയൊന്നും എനിക്ക് ഓർക്കുന്നില്ല. ഇല്ല, ഞാൻ നല്ലതായിട്ട് ഓർക്കുന്നുണ്ട് ഓരോ ദിവസവും. പിന്നെ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രൈമസ്റ്റർ വാസ് എ ഡിഫിക്കൽട്ട് ടൈം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡിലോട്ട് കയറിയപ്പം ഇച്ചൂടെ ഒന്ന് ഈസിയായി. സെക്കൻഡ് തൊട്ട് ഐ റിമെമ്പർ നല്ല ഫ്രോക്സ് ഒക്കെ ഇടുന്നതും, ചാച്ചന് ഓരോ പുതിയ ഫ്രോക്സ് മേടിച്ചുകൊണ്ട് വരും, ഞാനത് ഇട്ടുകൊണ്ട് നടക്കുന്നതും. ഓഫീസിലൊക്കെ എല്ലാവരും ദേ യൂസ് ടു ടെൽ മീ യു ഗ്ലോയിങ് ടുഡേ എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻസ് ഒക്കെ. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. നമ്മൾ മിക്കവാറും ജോലി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ബീച്ച് സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സിലോ ഒക്കെ മിക്കവാറും എല്ലാ ദിവസവും വി യൂസ് ടു ഗോ ഔട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഒരു ഫേവറേറ്റ് കാര്യമാണ് ഗോയിങ് ഔട്ട്, ബീയിങ് വിത്ത് പീപ്പിൾ, മേക്കിംഗ് എ ലോട്ട് ഓഫ് നോയ്സ്, ലാഫ് ഔട്ട് ലൗഡ്. ഇതൊക്കെ എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഡൂ തിങ്സ് ദാറ്റ് ഇൻട്രസ്റ്റ് യു. ആ സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ എനിക്ക് ഓറഞ്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുവരെ ഇറ്റ് വാസ് നോട്ട് എ ഫേവറേറ്റ്. മാത്രം വേറെ സ്റ്റോറീസ് ഉണ്ട് ഗൈസ്, ഞാൻ സ്റ്റോറി പറയാം. ഈ ജാക്കൂൺ എന്ന് പറഞ്ഞ സംഭവം അത് ശരിക്കും ഉള്ളതല്ലേ? അത് ചുമ്മാ ലേഡീസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഈ ജാക്കൂൺ എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ പറഞ്ഞേക്കുന്ന അയ്യോ ഭാര്യ പ്രഗ്നന്റ് ആണെങ്കിൽ എന്നാ ചോദിച്ചാലും സാധിപ്പിച്ചു കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണല്ലോ. പ്രത്യേകിച്ച് ആദ്യത്തെ പ്രഗ്നൻസിയിൽ അങ്ങനെ. ഞങ്ങള് കുവൈറ്റിൽ അബ്ബാസിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറം ഉടുപ്പി ഹോട്ടലുണ്ട്. അത് അന്നേരം സ്റ്റാർട്ട് ചെയ്ത ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പോൾ ആശമ്മ എന്നോട് ഏകദേശം രാത്രിയായപ്പോഴത്തേനോട് പറഞ്ഞു, ചാച്ചാ എനിക്ക് മസാല ദോശ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഭാര്യ ആദ്യമായിട്ട് പ്രഗ്നൻ്റായി
ജാക്കൂണെല്ലാം സാധിപ്പിച്ചു കൊടുക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞു നിൽക്കുന്നത്. മസാല ദോശയല്ലേ പറഞ്ഞോളൂ. ആ മസാല ദോശയല്ലേ പറഞ്ഞേ. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാ മസാല ദോശ, മസാല ദോശയല്ലേ നമ്മുടെ തൊട്ട് താഴെ റെസ്റ്റോറൻറ്റിൽ അവിടെ നിന്ന് മേടിക്കാം. പറ്റത്തില്ല, ഉടുപ്പി ഹോട്ടലിൽ നിന്ന് വേണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇന്ന് താഴെ വണ്ടി എടുത്തോണ്ട് വേണ്ട, ചാച്ചൻ നടന്നു പോയി മേടിച്ചോണ്ട്. അതെന്തുവായിരുന്നു അത്? ഇങ്ങനെ 1 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞായിരുന്നു. 1 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞു, ഉടുപ്പി ഹോട്ടൽ വരെ നടക്കാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ആ മരുഭൂമി കൂടെ, കുവൈറ്റിലെ ആ അബ്ബാസിയെ കൂടെ 1 കിലോമീറ്റർ നടന്ന് ഉടുപ്പി ഹോട്ടലിൽ പോയി. ഞാൻ വിചാരിച്ച ആശമ്മ മസാല ദോശ ചോദിച്ചല്ലേ, ഒരു 4 എണ്ണം മേടിച്ചേക്കാം. എന്നിട്ട് 4 മസാല ദോശ മേടിച്ചു. 4 എണ്ണം മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഗൈസ്, അത്ര മേടിക്കണ്ട കേട്ടോ. ഭാര്യ എന്നാണ് ചോദിക്കുന്നത്, ആ എണ്ണം മാത്രം മേടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് 4 എണ്ണം മേടിച്ച് പാഴ്സലൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ തുറന്ന് കൊടുത്തപ്പോഴത്തേക്കിന് ആശം പറയാ, എനിക്ക് മസാല ദോശ വേണ്ട. സോറി വെച്ചിട്ട് കാര്യമില്ല. അന്നേരം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായ വികാരം എന്നാണെന്നറിയോ, പക്ഷേ ആ വികാരം വെളിയിൽ കാണിക്കാൻ ഒക്കത്തില്ലല്ലോ. ഞാൻ ചിരിക്കുകയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയും വൈറൽ ബേബി യു ഓക്കെ കാണുന്നുണ്ടല്ലോ നല്ല ആശയം. അല്ല ശരിക്കും അന്ന് എന്താ ഉണ്ടായേ? ഞാൻ ദോശ മേടിച്ചുകൊണ്ടിപ്പോൾ എന്താ ഉണ്ടായേ? എനിക്ക് ആ സമയത്ത് ചൂടോടെ ഇങ്ങനെ ക്രിസ്പായിട്ട് അതൊന്ന് കഴിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം. അത് പക്ഷേ അത് പാക്ക് ചെയ്ത് ഇങ്ങി വരെ എത്തിയപ്പോഴത്തേക്ക് മുളിങ്ങായി. അല്ല എന്നെ അങ്ങോട്ട് വിട്ടപ്പോൾ അറിയത്തില്ലായിരുന്നു പാക്ക് ചെയ്ത്. പ്ലിങ്ങോ ആയിപ്പോയി. ഞാൻ പ്ലിങ് ആയിപ്പോയി. 4 മസാല ദോശയും കൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക, എനിക്ക് വേണ്ടാന്ന്. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് വളരെ സംയമനം പാലിക്കുക, ദേഷ്യപ്പെടരുത്. ചിരി വന്നില്ലേലും ചുമ്മാ ചിരിച്ച് കാണിക്കുക, അല്ലെങ്കിൽ അത് വലിയ ഇഷ്യൂ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ നടക്കുന്ന സമയമാണ് അല്ലേ? ആ സമയത്ത് എസ്ട്രോജൻ കൂടും, ലെവൽസ് കൂടും. ആ സമയത്ത് നമ്മുടെ സെറോട്ടോണിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ലെവൽസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇമോഷണൽ സെൻസിറ്റിവിറ്റി ഒക്കെ ഇങ്ങനെ. ഞാൻ മണ്ടടിച്ചിട്ടുണ്ട് ഈ പ്രഗ്നൻ്റ് അല്ലാത്തപ്പോൾ. അല്ല ആശമേ അല്ല, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പം ഇന്നലെ ഒരു സ്വഭാവമാണെങ്കിൽ ഇന്ന് വേറെ സ്വഭാവം, ഇന്നലെ ഒരു ആഗ്രഹമാണെങ്കിൽ ഇന്ന് വേറെ ആഗ്രഹം. പിന്നെ മോർണിംഗ് സിക്നസ്സസ്. ഇത് മോർണിംഗ് സിക്നസ് അല്ല, ഈവനിങ്ങും ഉണ്ടായിരുന്നു സിക്നസ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഈ അത് ആദ്യത്തെ ട്രൈമസ്റ്റർ അല്ലേ? രണ്ടാമത്തെ ട്രൈമസ്റ്ററിന്റെ ഒരു ശകലവും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ട്രൈമസ്റ്റർ വാസ് മോർ സ്മൂത്ത്. ഒരു വയറുണ്ടെന്നുള്ളതല്ലാതെ തേർഡ് ട്രൈമസ്റ്റർ ആയപ്പോഴത്തേക്കിന് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നമ്മൾ കുറേ ട്രാവൽ ചെയ്യുമായിരുന്നു. പിന്നെ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വയറുണ്ടെന്നേ ഉള്ളൂ, നമുക്ക് അന്നേരം വോമിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ ഒരു ഓർമ്മയെ വരുന്നത്, ചാച്ചൻ ഇടയ്ക്കാണെങ്കിൽ മമ്മിയെ വിളിക്കും, നാട്ടിലെ നമ്മുടെ മമ്മിയെ വിളിക്കും. പിന്നെ നമ്മുടെ അവിടെ ഉള്ള കുറച്ച് ആൻറ്റിമാരുണ്ട്, അവരെ എല്ലാം ഇടയ്ക്ക് ഞാൻ അറിയാതെ ചാച്ചൻ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ കാണിക്കുന്നു, അപ്പം ഞാൻ എന്താ ഇങ്ങനെ ചെയ്യേണ്ടി? ഞാൻ ഇതിനു മുമ്പ് പ്രഗ്നന്റ് വുമന്റെ ഭർത്താവായിട്ടില്ലല്ലോ, ഇങ്ങനൊരു സ്വഭാവം ഞാൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും? അതൊക്കെ ഞാൻ കേട്ടു, ബിക്കോസ് ഞാൻ അപ്പുറത്തെ റൂമിലുണ്ടേ, അപ്പൊ എനിക്ക് ചെവിയുണ്ട്. വേറെ കാര്യം ഗൈസ്, ഈ പ്രഗ്നന്റ് വുമന്റെ മൂക്ക്, കണ്ണ്, ചെവിയൊക്കെ എക്സ്ട്രാ തുറന്നു വരുന്ന സമയമാണ്. വെരി കെയർഫുൾ. എന്റെ എക്സ്പീരിയൻസ് ചെയ്താ ഞാൻ ഇതൊക്കെ പറയുന്നത്. അതെന്റെ തേർഡ് ട്രൈമസ്റ്റർ വാസ് സോ ബ്യൂട്ടിഫുൾ. നല്ല സമയമായിരുന്നു. അന്നേരം ഈ മൂഡ് സ്വിങ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. പേരിങ് ടു ഡെലിവർ. എല്ലാവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പ്രഗ്നന്റ് അല്ലേ, നമ്മൾ അതിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കിന് ഓക്കെ അല്ലേ. എസ്പെഷ്യലി ഈ വെള്ളക്കാരൊക്കെ, ഞങ്ങളൊരു യൂറോപ്യൻ കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ വൈറ്റ് ആൾക്കാർക്ക് വയറെ വന്ന് ബ്ലസ് ചെയ്യും, പാട്ട് പാടും, കൂടെ ഇരിക്കും, മേടിച്ചു തരും, ഓരോന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മേടിച്ചു തരും, ഡ്രസ്സസ് മേടിച്ചു തരുമായിരുന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി വാസ് അമേസിങ്. ഐ ലവ്ഡ് ഇറ്റ്. ഐ ലവ്ഡ് എവറി ബിറ്റ് ഓഫ് ഇറ്റ്. ഇതിനകത്ത് ഭയങ്കര ഒരു കോമഡി ഒരു സാധനം പലതുണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണം പറയാം. നമ്മുടെ ഡെലിവറി ഡേറ്റ് അടുത്തു. അപ്പം നമ്മുടെ ഒരു തീരുമാനമായിരുന്നു നമുക്കൊന്ന് ട്രാവൽ ചെയ്യണം, ഒന്നുകൂടെ ട്രാവൽ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് മിക്കവാറും ട്രാവൽ ഉണ്ടായിരുന്നു ജോലി സംബന്ധമായിട്ട്. അപ്പോൾ 2 ദിവസത്തിൽ കൂടുതലുള്ള ട്രാവൽ ആണെങ്കിൽ നമ്മൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ആശമ ഒരു അവധി എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് അടുത്ത നെക്സ്റ്റ് കൺട്രിയിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ എനിക്ക് 4 ദിവസത്തേക്ക് ദുബായിക്ക് പോകണമായിരുന്നു. ബോയ് ബേബി ആയതുകൊണ്ടും വലിയ വയറായിരുന്നു. ബേബി ബോയ് ആയതുകൊണ്ട് വലിയൊരു വയറും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പം ആശമ ലീവ് എടുക്കാനായിട്ട് ഒരുങ്ങി എൻ്റെ കൂടെ ദുബായിക്ക് വരിക. പക്ഷേ ഈ വലിയ വയറും വെച്ചുകൊണ്ട് പ്രസവിക്കാനായിട്ട് ഇനി 2 വീക്സ് 14 ഡേയ്സും കൂടി ഉള്ളൂ. ഓൾ വേൾഡ് സെഡ് ഡോണ്ട് ട്രാവൽ. നമ്മുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പേരൻസ്, റിലേറ്റീവ്സ്, എല്ലാവരും പറഞ്ഞു ഇപ്പം ചെയ്യരുത്, അബദ്ധമാണ്. അതെ ഗൈസ്, ഞങ്ങൾ റിസ്ക് എടുത്തു.
നമ്മൾ റിസ്ക് എടുത്തിട്ട് ഞാൻ ദുബായിലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സെറ്റ് ചെയ്തു. ഇൻ കേസ് അവിടെ ചെന്നിട്ട് വല്ല ഡെലിവറി നടക്കുവാണെങ്കിൽ. പിന്നെ ദുബായിക്ക് പോകാനായിട്ട് നമ്മൾ ഒരു ബേബി ബാഗ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഇൻ കേസ് ഫ്ലൈറ്റ് ടേബിൾ വെച്ച് ഡെലിവർ ആയാൽ ഞാനൊന്നും അറിയുന്നില്ല, എല്ലാം ചാച്ചൻ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തോണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വി സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ഫ്രം കുവൈറ്റ് ടു ദുബായ്. അപ്പം എൻ്റെ ഹാൻഡ് ബാഗ്, ആശമ്മയുടെ ഹാൻഡ് ബാഗ്, എൻ്റെ ലാപ്ടോപ്പ്, ബേബി ബാഗ്, ഈ 4 ബാഗും ഞാൻ തന്നെയാണ് പിടിക്കുന്നത്. കാരണം ആശമ്മ വയറൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ ഒരു ബേബിയെ പിടിക്കുന്നുണ്ടല്ലോ, അപ്പം പിടിക്കുന്നൊന്നുമില്ല, വയറ്റാത്ത കിടക്കുമല്ലേ, കൈയൊക്കെ വീശി വരുന്നു. ഇമിഗ്രേഷനിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് ക്യൂ ഒന്നും നിൽക്കണ്ട, പ്രഗ്നന്റ് ലേഡീസിനെ കാണുമ്പോൾ യെസ് എള്ള ഫാസ്റ്റ് ട്രാക്കിനകത്തോട് നമ്മളെ കയറ്റിവിട്ട് ഒരു VIP ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. VIP ട്രീറ്റ്മെന്റ്. ഞാനാണെങ്കിൽ ബാഗ് എല്ലാം പിടിച്ചുകൊണ്ട് പുറകെ 4 ബാഗൊക്കെ പിടിച്ച് ഫ്ലൈറ്റിലൊക്കെ കയറി. ഏതായാലും ഫ്ലൈറ്റ് പ്രസവിച്ചില്ല. നമ്മൾ ദുബായിൽ ചെന്നു. ദുബായ് ചെന്നിട്ട് നമ്മുടെ ഹോട്ടൽ ബർദുബായിലായിരുന്നു. ബർദുബായിൽ സിറ്റി മാക്സ് ഹോട്ടൽ. ആ സിറ്റി മാക്സ് ഹോട്ടൽ ബ്രാൻഡ് ന്യൂ ഓപ്പണിംഗ് കഴിഞ്ഞേ ഉള്ളൂ. നമ്മളാണ് ഏകദേശം ആദ്യമായിട്ട് താമസിക്കാനായിട്ട് പോകുന്നത്. സോ അവർ പിക്കപ്പ് കാർ കെയും. എന്നിട്ട് പിക്ക് ചെയ്ത് ഹോട്ടലിൽ ചെന്നിട്ട് ഈ ബാഗ് എല്ലാം ഞാൻ തന്നെ പിടിച്ച് ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 8ാമത്തെ 9ാമത്തെ നിലയിൽ ഏതാണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ. ഓർക്കുന്നുണ്ടോ അശ്മേ? 8th or 10th അങ്ങനായിരുന്നു. സോ അവിടുത്തെ ലിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിങ്ങനെ ഏങ്ങി പതുക്കെ എഴഞ്ഞെഴഞ്ഞ മേലോട്ട് പോകുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു ബ്രിട്ടീഷർ ലേഡിയും കൂടെ, ഒരു വെള്ളക്കാരി ലേഡിയും കൂടെ കയറി. വെള്ളക്കാരി ലേഡി അകത്ത് കയറി. അപ്പം ഞാൻ ആശ്മയോട് പറഞ്ഞു, ആശ്മ ഈ ബാഗ് എടുക്കണ്ട, ഈ ട്രോളി ബാഗിൻ്റെ ഹാൻഡിൽ ഒന്ന് തൊട്ട് നിന്നു, ഞാൻ ഈ പാസ്പോർട്ട് ബാഗിനകത്തോട്ട് വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ദിസ് ലേഡി, ഓർക്കുന്നുണ്ടോ വെള്ളക്കാരി? ഷീ ഓൾസോ കെയിം ഇൻ ടു ദ ലിഫ്റ്റ്. ആശ്മ ആ ബാഗ് ട്രോളിയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ലേഡി ആണെങ്കിൽ എൻ്റെ മുഖത്തോട്ട് നോക്കി, ദെൻ ആശ്മയുടെ വയറിലോട്ട്, പിന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ആർ യു ദ ഹസ്ബൻഡ് ഓഫ് ദിസ് പ്രഗ്നന്റ് ലേഡി? അപ്പം ഞാൻ പറഞ്ഞു യെസ്. അപ്പം വലിയ സന്തോഷത്തോടെ പറഞ്ഞു യെസ്. വാട്ട് കൈൻഡ് ഓഫ് എ ഹസ്ബൻഡ് ആർ യു? ഞാൻ പറഞ്ഞു വാട്ട് ഹാപ്പൻ മാൻ? See, you are making her to carry the bag? ഞാൻ പറഞ്ഞു മാം, വി ആർ കമ്മിങ് ഫ്രം കുവൈറ്റ് ആൻഡ് ഓൾ ദ വേ, ഡോണ്ട് ടോക്ക് എനിത്തിങ്, യു ആർ വെരി റൂഡ്. ഓർക്കുന്നുണ്ടോ ആശമ? അയ്യോ, ഞാൻ അതിന്റെ ഇടയ്ക്ക് മാം മാം എന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു സി ബിക്കോസ് ഷീ ഈസ് ക്യാരിങ് ദ ബാഗ്. ഞാൻ പറഞ്ഞു നോ, ഷീ ഈസ് ക്യാരിങ് ദ ബേബി, ഷീ ഈസ് ക്യാരിങ് ദ ബേബി ആൻഡ് ദ ബാഗ്. ഞാൻ പറഞ്ഞു മാം അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ bless you. You keep quiet, I'll talk to your husband എന്നൊക്കെ പറഞ്ഞു. നീ എന്നാ വൃത്തികെട്ടവനാടാ, ആരെയും പ്രഗ്നന്റ് ഭാര്യയെ കൊണ്ട് ഇത് പിടിപ്പിക്കുവോ, ബാഗ് അടിപ്പിക്കുവോ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ തെറിയൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ ഇതായപ്പോൾ ഇറങ്ങിപ്പോയി. ഞാനിങ്ങനെ മാക്രി വെട്ടം കണ്ടുപോലെ നിൽക്കും. എന്നിട്ട് ശരിക്കും പാവം തോന്നി. അവരത്രയും ഇപ്പോഴാണ് പാവം തോന്നുന്നത്. അന്നേരം വല്ല സംസാരിക്കണ്ടായിരുന്നോ? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവര് bless you darling, don't take tension ഇങ്ങനെ പറയുമ്പോൾ. എന്നിട്ട് നമ്മൾ ആ 4 ദിവസം ദുബായിൽ നല്ലതായിട്ട് വന്ന് തിരിച്ചു കുവൈറ്റ് വന്നിട്ട് 7th day ആണ് ഡെലിവറി. നോർമൽ ഡെലിവറി ആയിരുന്നു. ആശമയ്ക്കാണെങ്കിൽ ആ 2 മണിക്കൂറേ ഉള്ളായിരുന്നു ലേബർ റൂമിൽ. ആൻഡ് ഐ ഓൾസോ കെയിം ഇൻസൈഡ്. അന്നൊരു ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് സ്പെഷ്യൽ ഡിന്നറൊക്കെ കഴിച്ചു ആ ഡെലിവറിക്ക് പോകുന്ന തൊട്ട് തലേദിവസം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 4 o'clock ആയപ്പം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. 6:20 ആയപ്പം ഡെലിവറി ചെയ്തു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ബോധം കെട്ടിരിക്കുമല്ലായിരുന്നു അന്നേരം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ എണീറ്റ് വരും. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചാച്ചന് അതിനകത്ത് വന്നതുള്ളതാണ്, ലേബർ റൂമിനകത്ത്. യെസ്, യു കെയിം. ഇടയ്ക്ക് നമുക്ക് ഈ പെയിൻ്റെ ആ ഒരു ഇമ്പൾസിറ്റി ഒന്ന് കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഒന്ന് കണ്ണുറക്കും. ചാച്ചൻ അവിടെ ഉള്ളതൊരു ഭയങ്കര ഒരു റിലീഫാണ്. ഒരു ഐസ് ക്യൂബ് ഇങ്ങനെ ഇടുന്നൊരു ഫീലിംഗ് ആയിരുന്നു. ഭർത്താക്കന്മാരെ കേട്ടോ, ഒക്കെ ആണെങ്കിൽ ലേബർ റൂമിനകത്ത് നിങ്ങൾ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം, ലേബർ റൂമിനകത്ത് ഭാര്യ പ്രസവിക്കുമ്പോൾ കയറാൻ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. എനിക്ക് റിലീഫ് ഒന്ന് നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഗിവിങ് ദാറ്റ് കംഫർട്ട് ആൻഡ് ടെലിങ് യു ക്യാൻ ഡു ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. ഒരു ഫെമിലിയർ സൗണ്ട് അല്ലേ, ബാക്കിയുള്ളവരെല്ലാം വി ഡോണ്ട് നോ ദം. അപ്പം അങ്ങനെ ഒന്ന് കാണുമ്പോഴും പിന്നെ വി ആർ ഇൻ എ ടീം. പ്രഗ്നൻസി ഈസ് എ ടീം വർക്ക്. ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ജോലി. ഓക്കെ നീ പ്രഗ്നൻ്റ് ആയി ഇങ്ങനെ നിൻ്റെ കാര്യം, അങ്ങനെയല്ല. നമ്മൾ ഒരുമിച്ചാണ് ആ ഒരു ബേബിയെ കൊണ്ടുവരുന്നത് ഈ ഒരു വേൾഡിലേക്ക്. ഒരു വൈഫ് ഷുഡ് നോട്ട് സേ ദാറ്റ് ഇറ്റ്സ് മൈ പ്രഗ്നൻസി. ഇൻസ്റ്റെഡ്
It's our pregnancy. Our pregnancy. Yes, correct. Yes. It's not my pregnancy, it's our pregnancy. pregnancy. എൻ്റെ ഒരു സൈക്കോളജിസ്റ്റ്, എൻ്റെ ഒരു അറിയാമല്ലോ, ഒരു അങ്കിൾ സൈക്കോളജിസ്റ്റ്, ഹീ ടോൾ മീ സംതിങ്. വെൻ എ വുമൺ ഈസ് ഫിസിക്കലി പ്രഗ്നൻറ്റ്, മാൻ ഈസ് മെൻ്റലി പ്രഗ്നൻറ്റ്. It's a big alarm. അല്ലേ? ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്ത്രീ ശാരീരികമായിട്ട് പ്രസവിക്കുമ്പോൾ ആളുടെ ഭർത്താവ് മാനസികമായിട്ട് പ്രസവിക്കുന്നു. ഒരു സ്ത്രീ ശാരീരികമായിട്ട് പാല് കൊടുക്കുമ്പോൾ ആ ഭർത്താവ് പുരുഷൻ മാനസികമായിട്ട് പാല് കൊടുക്കുന്നു. ആ സ്ത്രീ എന്തൊക്കെ ഫിസിക്കൽ പെയിനകത്തൂടെ പോകുന്നു, ഒരുപക്ഷെ അതിനെക്കാട്ടിലും വലിയ പെയിനിൽ കൂടെയാണ് ആ ഭർത്താവ് പോകുന്നത്. പക്ഷെ ഒരു ഫിസിക്കൽ പെയിൻ ആണോ മെന്റൽ പെയിൻ ആണോ വലുത്? ഏതാ ഗൈസ് നിങ്ങൾ പറഞ്ഞ ക്രൂ ആൽവി ഏതാടാ, ഫിസിക്കൽ പെയിൻ ആണോ മെൻ്റൽ പെയിൻ ആണോ വരുന്നത്? മെൻ്റൽ പെയിൻ. ഞങ്ങൾ മാനസിക വേദനയൊക്കെ, ഫിസിക്കൽ പെയിൻ നിങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ അങ്ങനെയാണോ? ഒരു എത്ര ബോൺസ്, 12 14 ബോൺസ് ഒരുമിച്ച് 16 ബോൺസ് ഒരുമിച്ച് ഒടിക്കുന്ന പെയിനാണ് ലേബർ പെയിൻ. ലേബർ പെയിൻ. അത്രയും പെയിൻ ഉണ്ടോ മനസ്സിന്? അപ്പം മനസ്സിനാണെങ്കിൽ 16 അല്ല 32 ബോൺ ഓടിക്കുന്ന പോലായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലേ ബോബ? അല്ലേ ബോബ? റപ്പനല്ലേ? ആ, അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ആ ഡോറിന്റെ വെളിയിൽ ഇങ്ങനെ തേര പാര? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ടൊക്കെ ലേബർ റൂമിന്റെ വെളിയിൽ നോക്കാമെങ്കിൽ 5-6 പേരൊക്കെ ആയിരിക്കും ലേബർ റൂമിനകത്ത്. ലാസ്റ്റ് വരുമ്പോൾ ലേബർ റൂമിന്റെ വെളിയിൽ ഭർത്താക്കന്മാർ ഇങ്ങനെ ഇരിക്കും. അകത്താണെങ്കിൽ ഇരിക്കത്തില്ല, നിങ്ങൾ നടക്കുമല്ലോ. വേദന ഓരോ കൊച്ചുങ്ങളെ കൊണ്ട് ഇങ്ങനെ വെളിയിലോട്ട് വരുമ്പം എൻ്റെ കൊച്ചാണോ? അല്ല, ജോൺ വാ. അപ്പം നമ്മുടെ അല്ല, നമ്മൾ അവിടെ പോയിരിക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും, പിന്നെ നമ്മുടെ പേര് വിളിക്കും, വരാ തേണ്ട കൊച്ചേതാ, പെൺകൊച്ച്. പിന്നെ ഹാർട്ടിലേക്ക് തുടങ്ങുക. ഇതിനെ വളർത്തി കെട്ടിച്ച് ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് വേണ്ട സ്ത്രീധനം ഉണ്ടാക്കി. അപ്പന്മാർ പോകുന്നൊരു വേദനയെ അല്ലേ അപ്പന്മാരെ? ആക്ച്വലി ഇറ്റ്സ് എ ടീം വർക്ക്. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. സ്ത്രീകളുടെ ഒരു ഡ്യൂട്ടി അല്ല, സ്ത്രീകളുടെ മാത്രം ഒരു ഡ്യൂട്ടി അല്ല. അതിനകത്ത് ഇറ്റ്സ് നോട്ട് 50-50 ഓൾസോ, ഇറ്റ് ഇസ് 100-100 ആണ്. അങ്ങനെ വേണം പറയാൻ. സം പീപ്പിൾ സേ ദാറ്റ് ഇറ്റ്സ് 50% നീ കൊച്ചിനെ കുളിപ്പിക്കും, ഞാൻ കൊച്ചിനെ പൗഡർ ഇടാം. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് 100% ഫാദർ, 100% മദർ. അത് രണ്ടും കൂടെ ഒരുമിക്കുമ്പോഴേ ഒരു പ്രോപ്പർ പേരൻറ്റിങ്ങിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. കൊച്ചിയിൽ ഇപ്പം വാട്ടർ പ്രഗ്നൻസി ഒക്കെ ഉണ്ട്. വെറും ഹസ്ബൻഡ് ക്യാൻ ഓൾസോ ഗോ ഇൻ ടു ദ ലേബർ. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, നമ്മുടെ സമയത്ത് ഉണ്ടായിരുന്നു വാട്ടർ ഡെലിവറി. അതിനൊരു പ്രത്യേക സ്പെഷ്യൽ നെയിം ഉണ്ട്. ഉണ്ടായിരുന്നു, വെള്ളത്തിലോട്ട് പ്രസവിക്കാം. അപ്പം പെയിൻ ഒക്കെ ഇച്ചിരി അപ്പോൾ എങ്ങനെയാണെന്ന് അറിയുമോ, ഹസ്ബൻഡിൻ്റെ മടിയിലാണ് വൈഫ് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നാണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ തിങ് ഇൻ വാട്ടർ. പ്ലാൻ ഉണ്ടോ? വാട്ടർ ഡെലിവറിക്ക് പ്ലാൻ ഉണ്ടോ? നമ്മുടെ പ്ലാനിങ് സ്റ്റേജ് കഴിഞ്ഞു. പ്ലാൻഡ് ഡെലിവറി അല്ലേ? ആ പ്ലാനിലുള്ള എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. സോ അത് കഴിഞ്ഞ്, സോ നമ്മുടെ ആ പ്രഗ്നൻസി ടൈം, അത് കഴിഞ്ഞിട്ട് ഡെലിവറി, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡെലിവറി. പോസ്റ്റ് ഡെലിവറിക്ക് നമ്മൾ ആദ്യത്തെ ഒരു 30 days കുവൈറ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വി കെയിം ഡൗൺ ടു കേരള. പ്രസവാനന്തര രക്ഷ 35th day ആണ്. കുഞ്ഞുണ്ടായി 35th day ആയപ്പോൾ ഞാനും വാവയും കൂടെ വരുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ? വാട്ട് വാസ് യുവർ മെന്റാലിറ്റി? ഐ റിയലി വാണ്ട് ടു ആസ്ക് യു. ഐ കുഡ് സേ വൺ തിങ്, യു ആർ നോട്ട് ദ സെയിം പേഴ്സൺ ബിഫോർ. അതെ, വേറൊരാളായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിക്കും കുഞ്ഞിനെ ഡെലിവറി ചെയ്ത ആ മോമെൻറ്റ് തൊട്ട് ഞാൻ ജോഷൻ മോനോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, കുഞ്ഞിനെ ഡെലിവറി ചെയ്തിട്ട് നേരെ ഡോക്ടർ നമ്മുടെ ദേഹത്തോട്ട്, അമ്മമാരുടെ ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടി അമ്മയുടെ ദേഹത്തോട്ടാണ് വെക്കുന്നത്. അത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത്രയും നേരം സഹിച്ച ആ പെയിൻ അങ്ങ് മാഞ്ഞു പോവുകയാണ്. വി ഡോണ്ട് നോ ദാറ്റ് പെയിൻ. എനിക്കിപ്പോഴും ആ പെയിൻ ഓർക്കുന്നില്ല. സോ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഐ ആം എ മമ്മ, ഞാനൊരു മമ്മിയായി എന്നുള്ളൊരു സംഭവമാണ്. ബ്രോഡാഡിക്കകത്ത് ആ ഒരു ലൈനുണ്ട്, എന്തായിരുന്നു, പേരൻസ്, ഒരു കുഞ്ഞുണ്ടാകുമ്പം പേരൻസും ഉണ്ടാകുകയാണ്. സോ പുതിയ പേരൻസിന് ജന്മം നൽകുകയാണ്. ആ ഒരു ഫീലാണ്, യുനോ, ബേബി ഈസ് കം. അപ്പം തൊട്ടേ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് കെയർ ഗിവിങ്, കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കുഞ്ഞിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക, കുഞ്ഞെന്നുള്ളൊരു സംഭവമാണ്. പിന്നെ കുറച്ച് നാളത്തേക്ക് കുഞ്ഞ് മാത്രം. അതിനകത്ത് ഒരു ചെറിയൊരു ഡേഞ്ചർ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഡേഞ്ചറിനെ ഓവർകം ചെയ്തായിരുന്നു ചെറുതായിട്ടാണ്. ഇൻ ദ ഫസ്റ്റിന് നമുക്ക് അത്ര ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. പല കുടുംബങ്ങളിലും വിള്ളലുണ്ടാകുന്നത്
ഈ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം. അതെ അതെ. കാരണം അത്രയും നാളും ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരുന്നു. ഉം. അവരുടെ നടുക്ക് ആരുമില്ല, ആരെയും കയറ്റിയിട്ടുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഇപ്പോൾ തന്നെ അവരുടെ നടുക്കായിട്ട് വേറൊരു ലൈഫ്, ഒരു ബേബി വന്നു. ഒരു ഹ്യൂമൻ ബീയിങ് ഇസ് ആ എന്നിട്ട് ഈ അമ്മ ഇത്രയും നാളും ഭർത്താവിനോടായിരുന്നു എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുന്നു. ഇപ്പം ഭർത്താവ് നോക്കുമ്പോൾ താണ്ട എന്നോടുള്ള സ്നേഹം എല്ലാം മാറി കുഞ്ഞിനോടായി. ബിക്കോസ് ഭർത്താവിന് ഫിസിക്കലി ഒരു ചേഞ്ച് വരുന്നില്ല, ഓൾദോ ഞാൻ അപ്പനായി എന്നുള്ളൊരു ഫീലിംഗ് അല്ലാതെ. അതെ. അപ്പം നമ്മൾ അമ്മമാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം പാല് കൊടുക്കുന്നു, ഡൈപ്പർ മാറ്റുന്നു, കുഞ്ഞിനെ കുളിപ്പിക്കുന്നു, അങ്ങനെ എല്ലാം കുഞ്ഞിന് ചുറ്റിനും ആയതുകൊണ്ട് വി ആർ ഓക്യുപ്പൈഡ് ദെയർ. സോ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളോ ഡിസയേഴ്സ് അല്ലെങ്കിൽ നീഡ്സോ ഒന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാറില്ല ആ ഒരു മൊമെൻറ്റ്. എങ്ങനെയുണ്ട്, ഹൗ ആർ യു എന്ന് പോലും ചോദിക്കാൻ എനിക്ക് തോന്നുന്നു മറന്നു പോകുന്ന ഒരു മൊമെൻ്റാണ് ആ ടൈം. പക്ഷേ ആ സമയത്ത് ഹസ്ബൻഡ്സ് ഒത്തിരി ലോൺലി ആകുന്നവരുണ്ട്. ഞാൻ ആദ്യത്തെ സമയത്തൊക്കെ ഇങ്ങനെ വന്ന് കാണും, എന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോരും, ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ആശമ എനിക്ക് കിട്ടുന്നില്ലല്ലോ, നേരത്തെ ഇച്ചിരി ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു എന്നൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ചാച്ചൻ തന്നെ ഹാൻഡിൽ ചെയ്തു. പിന്നെ എല്ലാ കാര്യങ്ങളും, ജോലിക്ക് ഫൈനാൻഷ്യൽ എന്നല്ല, ഷോപ്പിംഗ് എല്ലാം അതൊക്കെ ഹാൻഡിൽ ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ as a husband at that time in the first delivery, second delivery ആ കുഴപ്പമില്ലായിരുന്നു, because we were educated at that time. ഫസ്റ്റ് ഡെലിവറിക്ക് എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഐ ലോസ് മൈ ഓൾഡ് വൈഫ്, ഐ ലോസ് മൈ ദാറ്റ് ഹാപ്പി ആശ്മ. ആ ഒരു തോട്ട് കുറച്ച് നാളത്തേനുണ്ടായിരുന്നു. ഭയങ്കര ഇടയ്ക്ക് നോക്കുമ്പോൾ ഉറങ്ങുവാ പിന്നെ ശല്യപ്പെടുത്തണ്ട, അങ്ങനെ ഒരു ഫീലിംഗ് അങ്ങനെ ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഡെലിവറി സമയത്തുണ്ടായിരുന്ന ഇൻസിഡൻറ്റ് ഓർക്കുന്നുണ്ടോ? ഡെലിവറി സമയത്ത് ഞാനും കൂടെ അകത്ത് കയറി നിൽക്കുന്നു. എന്നിട്ട് പറയാതിരിക്കുവായിരുന്നു കൊച്ചുകാലൻ. അതെ അത് പറയാതെ പറ. എന്നിട്ട് ഈ പുഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേഴ്സസും ഗൈനക്കോളജിസ്റ്റൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ലാസ്റ്റ് ബേബി ഇതാ അപ്പം തന്നെ എനിക്ക് അത്രയും നേരം കണ്ടു നിൽക്കാൻ ബ്ലഡ് വരുന്നു, സിസേഴ്സ് അത് ഇത്. എന്നിട്ട് ബേബി വെളിയിലോട്ട് വരികയും ഞാൻ ഗൈസ് ബോധം കിട്ടി താഴെ വീണു. അപ്പം എന്നെ ഡെലിവറി എടുക്കുന്ന ഡോക്ടർ പറയും ക്യാച്ച് പിടിച്ചു. എന്നെ പൊക്കിയെടുത്ത് അടുത്ത റൂമിൽ കൊണ്ടുപോയി ഓക്സിജൻ മാസ്കും ഒക്കെ തന്ന് ഞാനൊരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ബോധമൊക്കെ വന്ന് ഇങ്ങനെ തുറന്നു നോക്കും. ഞാൻ ഇതെന്താ കുറെ വയർ IV ഒക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുന്നു. കണ്ണൊക്കെ തുറന്നു നോക്കി ഞാൻ എമർജൻസി ബെല്ലൊക്കെ അടിച്ചപ്പോൾ നേഴ്സ് വന്നിട്ട് ഞാൻ എന്താ വാട്ട് ഹാപ്പൻ ഹിയർ? എന്നാ ഹാപ്പൻ? യു ബിക്കം എ ഫാദർ. അപ്പനായി ബോധം കെട്ട് വീണയാളാണ് ഞാൻ, ആദ്യത്തേന് മാത്രം കേട്ടോ. ഈ ബ്ലഡ് എല്ലാം കൂടെ കണ്ട് വല്ലവരുടെയും ഡെലിവറി ഒക്കെ ബ്ലഡും ഒക്കെ കാണുവാണെങ്കിലും വലിയ കുഴപ്പം വരുത്തില്ല. സ്വന്തം ഭാര്യയുടെ വന്നപ്പോഴത്തേന് വന്നു. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേന് ആശമയെല്ലാം ആയി, കുഞ്ഞിനെ എല്ലാം ഡ്രസ്സ് ചെയ്തു. പക്ഷേ പല ഫാദേഴ്സിനും ഒരു പേടിയുണ്ട്, ആഗ്രഹമുണ്ട് വന്ന് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ, പക്ഷെ അകത്തോട്ട് കയറാനുള്ളൊരു ഗട്ട്സ് ഇല്ല. മിറക്കിൾ മൈൻഡ്സിൽ ഈ പ്രഗ്നൻസി കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ചെയ്യുന്നുണ്ട്. അത് പ്രഗ്നൻറ്റ് ലേഡീസിന് വേണ്ടി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ഹസ്ബൻഡ്സിന് വേണ്ടി, കപ്പിളിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അവരെ മെൻ്റലി എംപവർ ചെയ്യുകയും ഇൻഫർമേഷൻ കൊടുക്കുകയും എഡ്യൂക്കേറ്റ് ചെയ്യുകയും ഹൗ യു ഷുഡ് ബി, വാട്ട് ക്യാൻ യു എക്സ്പെക്ട് ഫ്രം എ പ്രഗ്നൻറ്റ് വൈഫ്. അതെ, അത് പ്രീനേറ്റൽ ഉണ്ട്, ദാറ്റ് ഈസ് ബിഫോർ യു ഗോയിങ് ടു ബി പ്രഗ്നൻറ്റ്, ആൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി ടൈം ഉണ്ട്, പോസ്റ്റ് പ്രഗ്നൻസി ഉണ്ട്. സോ വി ആർ ദെയർ വിത്ത് യു. മിറക്കിൾ മൈൻഡ്സ് ഇസ് ദെയർ വിത്ത് യു ഇൻ ദിസ് ജേർണി. അതന്നെ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അല്ലേ, അതൊരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ബോധമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഫാദേഴ്സ് അല്ലെങ്കിൽ ഫാദേഴ്സ് ടു ബി ഒന്നകത്ത് വരുന്നത് ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഇൻ എ വേ. യു ഹാവ് ടു ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് റെഡി ഫോർ ഇറ്റ്. പക്ഷേ അത് അറിയുമ്പോൾ യു വിൽ നോ ദ വാല്യൂ ഓഫ് എ വുമൺ ആൻഡ് യു വിൽ ഷോ ദറ്റ് റെസ്പെക്റ്റ്, that adoration of what she is really going through at that time. ആ ഒരു moment of how much that woman is going through എന്നുള്ളൊരു ഒരു റിയാലിറ്റി നമുക്ക് അങ്ങനത്തെ ഡിഫറൻസ് നോട്ടീസ് ചെയ്തായിരുന്നോ അതിനുശേഷം, ബിഫോർ ആൻഡ് ആഫ്റ്റർ? ഇപ്പോഴും ഞാൻ പറയാം, ഒരു പ്രഗ്നൻറ്റ് ലേഡിയോ ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അമ്മ ഉണ്ടെങ്കിൽ ചാച്ചൻ എത്ര തിരക്കുണ്ടെങ്കിലും ചാച്ചൻ ആ വണ്ടി ഓടിക്കുന്ന വണ്ടി അവിടെ പോസ് ചെയ്യും. അല്ല, ഞാനും പറയാണ് കേട്ടോ, ഈ നിങ്ങളുടെ ഭാര്യയുടെ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇപ്പം സിസേറിയനും അകത്ത് കയറ്റുന്നുണ്ട്, അങ്ങനെ അകത്ത് കയറാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അകത്ത് കയറണം. അകത്ത് കയറി കാണുമ്പോൾ എനിക്കുണ്ടായ ചേഞ്ചസ്, എനിക്ക് ആശമയോടുള്ള സ്നേഹമല്ല കൂടി, ഒരു റെസ്പെക്റ്റ് കൂടി, പിന്നെ കുറച്ചുകൂടെ കെയർ കൂടി. അതിനുശേഷം ആശമയുടെ ഇത്രയും പ്രോസസ്സിൽ കൂടെ പോയി ഡെലിവറി ചെയ്ത ആളുടെ ഒരു ഫിസിക്കാണ് ഇപ്പം, ആ ആളുടെ ഫിസിക്കിന് ഒന്നും വരില്ലെന്നുള്ള തോട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എംപത്തറ്റിക്കലാകും, കുറച്ചുകൂടെ
എൻ്റെ ഷൂസിൽ നിന്ന് മനസ്സിലാക്കാൻ ചേച്ചി ശ്രമിക്കും. അതന്നെ. ആൻഡ് യു കുഡ് ഡു ദാറ്റ് ഓൾസോ. ആ സമയത്തും നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ചെറുതായിട്ടൊന്ന് അടിച്ചായിരുന്നു, പക്ഷെ നമുക്ക് അതിനെപ്പറ്റി വലിയ വിവരമില്ലായിരുന്നു. ഇല്ല അല്ലേ? ആ സമയത്ത് അങ്ങനെ. പിന്നെ വി വർ സറൗണ്ടഡ് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. സപ്പോർട്ട് സിസ്റ്റം എന്നാണ് വി കോൾ ഇറ്റ് റൈറ്റ് നൗ. സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. നല്ല സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഭയങ്കര സ്മൂത്ത് ഡെലിവറി ആയിരുന്നു ഓൾ ത്രൂ ഔട്ട്. എനിക്കൊരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോഷ് ഉണ്ടായി 7.5 വർഷം കഴിഞ്ഞിട്ടാണ് മറിയം ഓൾസോ പ്ലാൻഡ്. അത് പ്ലാൻഡ് ആയിരുന്നു. ബിക്കോസ് നമുക്ക് കുവൈറ്റിൽ നിന്ന് നാട്ടിലോട്ട് വരാനുള്ളൊരു ഡിസിഷൻ എടുക്കുകയും ദെൻ വി കെയിം ഡൗൺ ഹിയർ. എന്നിട്ട് ഇവിടെ ഒന്നും സെറ്റിലായി കഴിഞ്ഞിട്ട് ഒരു ബേബി ആകണം എന്നുള്ള രീതിയിലാണ്. മുമ്പേ ആശം പറഞ്ഞതിന് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. 2 പേര് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫ് ശരിക്കൊന്ന് പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് മക്കൾ വേണോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലേ? 2 വേണമെന്നുണ്ടെങ്കിൽ എത്ര മക്കൾ വേണം? മൂന്നാമത്തേത് എപ്പം വേണം? സി വി ക്യാൻ ഡിസൈഡ് ദാറ്റ്. നമുക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ട്, അതിനുള്ള അതോറിറ്റി ഉണ്ട്. നമ്മൾ പേരൻസ് എന്നുള്ള രീതിയിൽ നേച്ചർ നമുക്ക്, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു ബ്ലെസ്സിങ്, ഒരു ഗിഫ്റ്റാണ്. പക്ഷെ അത് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യണമെങ്കിൽ വെൻ യു കം ഫോർ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കപ്പിൾസ് വരുമ്പം നമ്മുടെ ഒരു എക്സസൈസാണ് വാട്ട് ഈസ് യുവർ ഗോൾസ്, ഈച്ച് ഓഫ് യുവർ ഗോൾസ്. അത് വുമൺ ആണെങ്കിലും മാൻ ആണെങ്കിലും 2 പേരുടെയും ഗോൾസ് നമ്മൾ ആദ്യം എടുക്കും. അതെ, സത്യം. നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ കല്യാണത്തിന് മുമ്പേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയും നമുക്ക് 5 പിള്ളേർ വേണമെന്ന് പറയായിരുന്നു, അല്ലേ? നമുക്ക് നമ്മുടെ 2 പേരൻസിനെ തോപ്പിക്കണം. അതെ, 5 പേരെന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ അറിവില്ലായ്മയുടെ കാലത്ത് പറഞ്ഞാണ്. ഞങ്ങളെ സംബന്ധിച്ച് 5 പിള്ളേരുള്ള പേരൻസ് വെൽ ഡൺ, അപ്രീഷിയേറ്റ് യു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് പ്രഗ്നൻ്റ് ആയപ്പോൾ 4ആയി. അത് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് 3ആയി. അതിനെ വളർത്തി 2ാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ 2ആയി. അത് 2ആകാൻ കാരണം എന്നെ ചോദിച്ചാൽ ഞങ്ങൾക്ക് 2 പേരും ഞങ്ങളുടെ ഗോൾസ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ലൈഫിൽ ഞങ്ങൾക്കൊരു വിഷനുണ്ട്. ഇത്ര 40ാമത്തെ വയസ്സിൽ ഇവിടെ എത്തണം, 46ാമത്തെ വയസ്സിൽ നമുക്ക് ഇത് അച്ചീവ് ചെയ്യണം എന്നൊക്കെയുണ്ട്. അപ്പോൾ ആ അച്ചീവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ മക്കളും കൂടെ. ഒരു കുഞ്ഞുണ്ടായതുകൊണ്ട് നമ്മുടെ ഒരു എയിം നഷ്ടമായി പോകല്. പല അമ്മമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പിള്ളേരുണ്ടായതുകൊണ്ട് എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ഫ്രേസ്, എൻ്റെ നല്ല ജീവനെല്ലാം ഇങ്ങനെ പോയി, ഇങ്ങനെ ഞാൻ എല്ലാവരെയും തീറ്റിയും കിച്ചണിലും ഒക്കെ ഇരുന്ന് അങ്ങ് കളഞ്ഞു എന്നുള്ള രീതിയിലാണ്. ഒരു റിഗ്രറ്റാണ്. നമുക്ക് ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. മാക്സിമം പോയൊരു 80-90 is our lifetime that we are living here. That time it should be beautiful. Every moment you should enjoy and live your life. അതെ, ഈ ബാച്ചലർ ലൈഫ് എന്ന് പറയുന്നൊരു നല്ല ലൈഫാണ്. അത് എൻജോയ് ചെയ്യുക. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഡോണ്ട് എക്സ്പെക്ട് മാസ്റ്റേഴ്സ്. അന്നേരം ഒരു ബാച്ചലർ ലൈഫ് അല്ല, ഒരു കപ്പിൾ ലൈഫാണ്. അത് എൻജോയ് ചെയ്യുക. ഒരു കുഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കിന് വേറെ ലൈഫാണ്. അപ്പോൾ അയ്യോ എനിക്ക് ബാച്ചലർ ലൈഫ് നല്ലതാണെന്ന് പറഞ്ഞു ഡോണ്ട് ലീവ് ഇൻ ദ പാസ്റ്റ്. ആ കുഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കിന് ആ ലൈഫ് എൻജോയ് ചെയ്യുക. നമ്മൾ ഓർക്കുന്നുണ്ട്, ജോഷ് ആയിരുന്നപ്പോഴത്തേന് അവന് ട്രാവൽ ബേബി ആയിരുന്നു. എത്ര രാജ്യങ്ങളിൽ പോയി, അല്ലേ? അടുത്ത് പോയി കുറേ രാജ്യങ്ങൾ. അവൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം ഒരു കരച്ചിലുമില്ല. എല്ലാം ആ ബാസിനറ്റ് സീറ്റിലോട്ടൊന്ന് കടത്തിയാൽ മതി, നല്ല സുഖമായിട്ട്. വെരി കംഫർട്ടബിൾ ബേബി. വെരി ട്രൂ. 2ാമത്തെ കുട്ടി വരുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുക. വേറെ ലൈഫാണ്. എൻജോയ് ദാറ്റ്. അതിനുവേണ്ടി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി പ്രിപ്പയർഡ് പ്രയർ. ഇഫ് യു കാൺ പ്രിപ്പയർ പ്രയർ, ഞങ്ങളുണ്ട് സഹായിക്കാനായിട്ട്. മിറക്കിൾ മൈൻഡ്സ് ഈസ് ദെയർ. വി ഹാവ് പാക്കേജസ്. പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചിന്തിക്കുന്നവർക്ക് എപ്പോഴാകണം, എങ്ങനെ ആകണം, ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ സഹായം എപ്പോൾ എടുക്കണം, അതിനുള്ള സെഷൻസ് ഡിസൈൻഡ് ആയിട്ട് ഒരു പാക്കേജ് തന്നെ ഉണ്ട് നമുക്ക്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ക്യാൻ റിയലി ഹെൽപ്പ് യു ഇൻ. ഒരു നല്ല ട്രാൻസിഷൻ ഫേസ്, വാട്ട് ടു എക്സ്പെക്ട്, ഹൗ ക്യാൻ എ ഹസ്ബൻഡ് സപ്പോർട്ട് ദാറ്റ് വൈഫ്, എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ചില സമയത്ത് നമ്മൾ ക്ലൂലെസ് ആണ്, എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ആർ കോളിങ് സോ മെനി മദേഴ്സ് ആൻഡ് ആസ്കിങ് ഞാൻ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്, ഇനിയും എന്താ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഇനിയും എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ, ഇത് നോർമലാണോ. ഞാൻ ഓർക്കുന്നുണ്ട്, എപ്പോഴോ ഒരു പ്രാവശ്യം ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് ആശ്മനോട് ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് മറുപടി പറയണമെന്നുണ്ട്, പക്ഷേ വയറിലോട്ട് നോക്കുമ്പോഴത്തേക്കിനും അയ്യോ വേണ്ട പ്രഗ്നൻ്റ് അല്ലേ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഐ ഹാഡ് ടു കോൾ സം ആൻറ്റീസ്. ആൻറ്റിയോട് ഞാൻ ചോദിച്ചു, ആൻറ്റി ആശമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ എന്നാ ചെയ്യണം? മിണ്ടായിരിക്കണോ, തിരിച്ചു പറയണോ, വെളിയിലിറങ്ങി പോണോ, എന്താ ചെയ്യണ്ടേ? അപ്പോൾ ആ ആൻറ്റി
ആൻറ്റിയുടെ അന്നത്തെ പണ്ടത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറഞ്ഞിരുന്നേ അതിപ്പോൾ റൈറ്റ് അല്ല, അത് ഔട്ട്ഡേറ്റഡ് ആയി. കറക്റ്റ്. അതിന് നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതാണ് അല്ലേ? പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിനെ പോയി കണ്ട് യു ടേക്ക് ഹെൽപ്പ്. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് രണ്ടാമത്തെ പ്രഗ്നൻസിയും കൂടെ, സെക്കൻഡ് പ്രഗ്നൻസി വാസ് ഇൻ കൊച്ചി. യെസ്. അത് നമുക്ക് നല്ല ഡിഫിക്കൽട്ട് ഒരു പ്രഗ്നൻസി ആയിരുന്നു. പെയിൻഫുൾ ആയിരുന്നു. പെയിൻഫുൾ ഇൻ ഓൾ സെൻസ്. പ്ലാൻഡ് ആയിരുന്നു. That is correct. പക്ഷേ നമ്മൾ ആ സമയത്തെ നല്ലൊരു ഇൻഡൾജ്ഡ് ആയിട്ട് നമ്മൾ നല്ല വർക്ക് ചെയ്യും. നമ്മൾ രണ്ടുപേരും വി വർ വെരി ആക്റ്റീവ്, ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നിട്ട് ലേബർ പെയിൻ ഉണ്ടായി. എന്നിട്ട് വീട്ടിൽ നിന്ന്, അതായത് കാക്കനാട്ടിൽ നിന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഉണ്ടാകുന്നത്. ആസ്റ്റർ മെഡിസിറ്റി വരെ ഏകദേശം 16 to 20 മിനിറ്റ്സ് കൊണ്ട് ഞാൻ കാർ ഓടിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്ന് ഹസാർഡ് ലൈറ്റ് ഒക്കെ ഓണാക്കി, ഹസാർഡ് ലൈറ്റും ഹെഡ് ലൈറ്റും ഒക്കെ ഓണാക്കി, റെഡ് ലൈറ്റ് ഒക്കെ ക്രോസ് ചെയ്ത് ഓണക്കി അടിച്ച് അവിടെ ചെന്നു. അങ്ങോട്ട് പോയി ലേബർ റൂമിലോട്ട് കയറ്റി 16 മിനിറ്റ് കൊണ്ട് 8 മണിക്ക് കയറ്റി 8:16 പ്രസവിച്ചു. ഒരു ശാലം കൂടെ അങ്ങനെ ലേറ്റ് ആയിരുന്ന കാറയിൽ പ്രസവിച്ചാരേ. അപ്പൊ ഡോക്ടർ പറയുന്നത് എനിക്ക് കേൾക്കാം, ഇപ്പം വരുന്നു കുഞ്ഞു വരുന്നു, അപ്പൻ എന്തി. ഞാനപ്പം ഡോക്ടറെ ചാച്ചൻ വരട്ടെ, ചാച്ചൻ. ആദ്യത്തെ നല്ല മൊമെന്റ് ആയതുകൊണ്ട് ഐ വാണ്ടഡ് യു ടു ബി ദേർ ഇൻ ദ സെക്കൻഡ്. ഞാൻ രണ്ടാമത്തേന് ആദ്യത്തെ പോലെ ബോധം കിട്ടി വീഴായിരിക്കാൻ ധൈര്യമൊക്കെ സംഭരിച്ച് അവിടെ പോയി ഇങ്ങനെ നിന്നു. ബേബിയൊക്കെ വരുന്നത് കണ്ടു. പക്ഷേ അതെനിക്ക് ഇച്ചിരി മെന്റലി എനിക്ക് ഇച്ചിരി ഒരു ഷോക്കായിരുന്നു. അത് ഷോക്ക് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ദാറ്റ് ഇമോഷൻ ഡിഡ് നോട്ട് ഡൈജസ്റ്റ് എന്ന് നമ്മൾ പറയും. ആ ബോധം കെട്ട് വീണപ്പോൾ അത് ഷോക്ക് അബ്സോർബ് ചെയ്തു. ഇത് ഷോക്ക് അബ്സോർബ് ചെയ്തില്ല. ആ ഷോക്കായിട്ട് തന്നെ അങ്ങനെ നിന്നു. അത് പക്ഷേ നമുക്ക് ലേറ്റർ ഓൺ ആഫ്റ്റർ പ്രഗ്നൻസി ഓർക്കുന്നുണ്ട് ചാച്ചാ, എന്നെ ഒന്ന് ഹഗ് ചെയ്യാൻ പോലും ചാച്ചനൊരു ഭയങ്കര ഒരു പേടിയായിരുന്നു. ഒരു പേടിയല്ലേ, റിലക്റ്റന്റ്, ദാറ്റ്സ് ദ വേർഡ്. റിലക്റ്റന്റ് ആയിരുന്നു. അങ്ങ് ഒരു വിൽ ഐ ഹേർട്ട് ഹെർ, വാട്ട് വാസ് ദാറ്റ് തോട്ട്? എൻ്റെ തോട്ട് ഇതാണ്, ഇനി ആശമ ഒന്ന് ഹഗ് ചെയ്യുമ്പോഴത്തേക്കിന് ആശമയ്ക്ക് ഇനിയും വയറും വേദന വരും. അതൊന്ന്. രണ്ട്, എനിക്ക് ഒരുമിച്ച് കിടക്കുന്ന പോലും പേടിയുണ്ടായിരുന്നു ആദ്യത്തെ ഒരു 3-4 മാസം. ഇൻ കേസ് യു ബിക്കം പ്രഗ്നന്റ് അഗെയിൻ. 6 months അങ്ങനെയായിരുന്നു. അപ്പൊ അതും എനിക്കൊരു ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ എന്താ ചാച്ച ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. അത് ആ സമയത്ത് നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അത് നമുക്ക് നല്ലതായിട്ട് ഹിറ്റ് ചെയ്തു. ആ സമയത്ത് നമ്മളൊരു സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുത്തു. ആ സമയത്ത് നമ്മൾ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് എത്തുന്നില്ല എങ്ങും. ഐ റിമെമ്പർ ഈവൻ നൗ, ഒരു രാത്രിയിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങിയിട്ട് 10 മണിക്ക് നമ്മൾ തുടങ്ങി, രാവിലെ 4 മണി വരെ യു ആർ സ്റ്റാൻഡിങ് ആൻഡ് ഐ എം സിറ്റിംഗ് ദെയർ. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ്ലി ഫൈറ്റ് ആണ്, ബാക്ക് ആൻഡ് ഫോർത്ത് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസഗ്രിമെന്റ്. ഞാൻ നമ്മൾ ഒരു പോയിന്റിലോട്ട് എത്തുന്നില്ല. ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മുടെ പിടിച്ച ആ ഒരു സ്ഥാനം തന്നെ ഇങ്ങനെ പിടിച്ചങ്ങ് വാശിയായിരുന്നു. ഈഗോയാണോ എന്തുവാണോ? ഈഗോ എന്നല്ല, ആ സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കൂടെ പോകുന്ന സമയമാണ്. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഇരിക്കെ ചെന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അന്ന് ബേബി ആയിട്ട് അവിടേക്കുന്നുണ്ട്, ആശമിക്കൊന്നും വരാനും പറ്റുന്നില്ല. പോയി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഭയങ്കര ഒരു വിസ്ഡം ഞാനിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മുടെ പേഷർക്ക് വേണ്ടി പറയുക. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാൻ പഴയതുപോലെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ആശമയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. ആശമയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുമ്പം അദ്ദേഹം പറയുന്നത്, സി വെൻ യുവർ വൈഫ് physically delivered, you mentally delivered. She is in the North Pole and you are in the South Pole. If you are thinking that she is sick, you are also sick. നീയും സിക്കാണ്. അതുകൊണ്ടാണ് നിനക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്തത്. നിങ്ങൾ തമ്മിൽ ഇമോഷണലി അങ്ങോട്ട് അടുക്കാൻ പറ്റാതെ നിങ്ങൾ ഡിസഗ്രിമെൻ്റ് ആകുന്നത്. യു ബോത്ത് ആർ സിക്ക്. നിങ്ങൾക്ക് 2 പേർക്ക് ഹീലിംഗ് വേണം. ശരിക്കും എൻ്റെ ഐ ഓപ്പണിംഗ് ആയിരുന്നത്. പക്ഷെ ആ സമയത്തുണ്ടല്ലോ എനിക്ക് സൂയിസൈഡൽ തോട്ട്സ് വരെ വരാൻ തുടങ്ങി. ബിക്കോസ് എൻ്റെ ചിന്ത ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒരു ഡിസഗ്രിമെൻ്റ് വന്നിട്ടില്ല നമ്മുടെ ലൈഫിൽ. അങ്ങനെ അങ്ങ് അടിച്ച് പിരിങ്ങുന്ന ഒരു രീതിയിൽ വന്നിട്ടില്ല. സോ ഞാൻ ഒന്നാമത് നൗ ഐ എം ഡെലിവറായി, സ്ട്രെച്ച് മാർക്സ് ആയി, ബേബി മദർ പൗച്ചൊക്കെ ആയി, ഇനിയും എന്നെ കാണാൻ കൊള്ളത്തില്ല. സോ എന്തിനാ, ആർക്ക് വേണ്ടിയാ, ഈ ഒരു തോട്ടാണ്. സോ മൈ ഹസ്ബൻഡ് ഇസ് ഓൾസോ നോട്ട് വിത്ത് മീ. എന്നോട് വലിയ സഹകരണമില്ല, നമ്മളെപ്പോഴും വഴക്ക്. ഇറ്റ്സ് ബെറ്റർ ഓഫ് ഞാൻ അങ്ങ് മരിച്ചേക്കാം, ലെറ്റ് മീ ജസ്റ്റ് എൻഡ് മൈ ലൈഫ്. അപ്പം ചാച്ചനും ഒരു സമാധാനം കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ തോട്ട്. പ്ലസ് ആ സമയത്ത് എനിക്കൊന്ന് എൻ്റെ പേഴ്സണൽ ഫ്രണ്ട് ഇല്ലായിരുന്നു.
ആ ഒരു ഹാർട്ട് ടു ഹാർട്ട് ഫ്രണ്ട്. ഇപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഓഫ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ്. അതെ, ഫ്രണ്ട്ഷിപ്പും ഇതിനെപ്പറ്റി ഇച്ചിരി വിവരമുള്ളവരാരുടെ അഡ്വൈസ് ആയിരിക്കണം. ഈ ആ സമയത്ത് ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് ഫോർ എൻ ഇമോഷണൽ സപ്പോർട്ട്. പക്ഷേ ഇതിന് വേണ്ട അഡ്വൈസ് എടുക്കുന്നത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹസ്ബൻഡിൻ്റെ കുറ്റം പറയുമ്പോഴത്തേക്കും ഈ ഫ്രണ്ട് പിന്നെ ഓർക്കും ഓക്കെ അവൻ ഇങ്ങനെയുള്ളവനാണ്, ആ ഒരു ലേബലിംഗ് വരും. ഈ മുമ്പേ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ, എന്നെ നോക്കി ഞാൻ ഒത്തിരി വണ്ണം വെച്ചു, എനിക്ക് മമ്മി പൗച്ച് ഉണ്ടായി, എനിക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടായി. പക്ഷേ നമ്മൾ അതിനെല്ലാം പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രസവിച്ചെന്ന് ഓർത്തുകൊണ്ട് പിന്നെ വണ്ണം വെച്ചിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒന്ന് പ്രസവിച്ചെന്ന് ഓർത്തുകൊണ്ട് മമ്മി പൗച്ച് വലിയ വയറും വെച്ചുകൊണ്ട് നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സ്ട്രെച്ച് മാർക്സ് ഉണ്ടാകുന്ന നിർബന്ധമില്ല. ആശമയ്ക്ക് ഒരു സ്ട്രെച്ച് മാർക്ക് പോലും ഇല്ലല്ലോ ഇപ്പം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വി ഹാവ് ടേക്കൻ മെഷേഴ്സ്. അതെ അതെ. ഒരു പ്രത്യേക ഇൻഫർമേഷൻ പറയാനുള്ള, പ്രഗ്നൻ്റ് ആകുന്നവർക്ക് നിങ്ങൾക്ക് ഒരു കാരണം, നിങ്ങൾക്ക് യു ക്യാൻ കം ബാക്ക് ടു ദ നോർമൽ ഷേപ്പ്. ലുക്ക് അറ്റ് ആശമ. പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആശമ 10 കിലോ കുറച്ചു. വർക്കൗട്ടിന് പോയി, ജിമ്മും ഐ ഹാഡ് കൺസൾട്ടിങ് സ്കിൻ സ്പെഷ്യലിസ്റ്റ്. ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെയും ഒരു ഡെമറ്റോളജിസ്റ്റിൻ്റെയും ഹെൽപ്പ് ഉണ്ടെങ്കിൽ വി ക്യാൻ കം ബാക്ക് ടു നോർമൽ. അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. സോ നമ്മളിത് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇതൊന്നും തീരത്തില്ല, ഇനിയുണ്ട് സ്റ്റോറീസ്. So much to say. See, pregnancy is beautiful. പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പേ പ്ലാൻഡ് ആയിരിക്കണം. Don't be caught by surprise. സർപ്രൈസ് ആകുമ്പോൾ തന്നെ ഫസ്റ്റ് റിജക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കൊച്ചിനോടുള്ള. ഇപ്പം വേണ്ടായിരുന്നു എന്നുള്ള അല്ലേ. ആ കുഞ്ഞിന് ആ ഫീഡ് കിട്ടും. യെസ്. ഈ ഇമോഷൻസ് എല്ലാം ബേബിക്ക് നമ്മുടെ ആ ഒരു സാക്ക് ഉണ്ടല്ലോ, വാട്ട്സ് ദാറ്റ് കോൾഡ്, പ്ലാസൻറ്റ. ആ പ്ലാസൻറ്റയിൽ കൂടെ ഈ ഇമോഷണൽ സെൻസിറ്റിവിറ്റി ഇസ് ഇൻക്രീസിങ് ത്രൂ ദാറ്റ്. അപ്പോൾ കുഞ്ഞിന് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസ് ഫ്രം ദ മദർ. അമ്മ ചിന്തിക്കുക അതങ്ങനെയൊക്കെയാണ്. ആ സമയത്ത് സങ്കടപ്പെടുവാണെങ്കിൽ, പേടിക്കുവാണെങ്കിൽ, വീഴുമൊക്കെ ആണെങ്കിലൊക്കെ ബേബിക്കൊരു സ്റ്റാർട്ടിലാണ്. അപ്പോൾ ആ കുഞ്ഞിന് ചിലപ്പോൾ സ്കിൻ അലർജീസൊക്കെ അങ്ങനെ വരാം. മജോറിറ്റി കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനോട് കണ്ടപ്പം പറയായിരുന്നു, മജോറിറ്റി പിള്ളേരുടെ സ്കിൻ അലർജീസ് എല്ലാം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അമ്മയുടെ വറീസ്, അമ്മയുടെ ബാഡ് ടൈംസ്, അതിൻ്റെ റിസൾട്ടാണ് ഈ കൊച്ചിൻ്റെ സ്കിൻ അലർജീസ് അല്ലേ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു അസ്. ആൻഡ് ആശമേ, നമുക്ക് ഇത്രയൊക്കെ ഒന്ന് പറയാനായിട്ട് പറ്റി. ഇനിയുണ്ട്, കുറേ പറയാനായിട്ടുണ്ട്. നിങ്ങൾ നല്ല ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ആൻഡ് വി വിൽ ഡു അനദർ പോഡ്കാസ്റ്റ് റിഗാർഡിങ് ദാറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.